അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാ, പ്രഭാത സന്ദേശം ഇന്ന് 384 ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ കയറി വരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലും നാം മരിച്ചവർക്ക് വേണ്ടി 1000 തഹ്ലീൽ ഓരോരുത്തരും ചൊല്ലാറുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് അള്ളാഹു നൽകട്ടെ. എന്നാൽ ഈ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ ചൊല്ലേണ്ടുന്ന ഒരുപാട് സൂറത്തുകളുണ്ട്, ഒരുപാട് സ്വലവാത്തുകളുണ്ട്. സ്വലവാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന, ഹയാത്താക്കേണ്ടുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ വെള്ളിയാഴ്ച രാവിൽ ഓതാൻ വേണ്ടി എടുത്തു പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് പാരായണം ചെയ്യുന്നവരാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ സൂറത്തുൽ കഹ്ഫ് ചുരുങ്ങിയത് 1, കൂടിയാൽ 3 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. 3 അല്ലെങ്കിൽ 1 വെള്ളിയാഴ്ച രാവിലോ പകലിലോ നാം ഓതണം. കാരണം ഇതിൻ്റെ മഹത്വം മുത്തുനബിതങ്ങൾ തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ മഹത്വം അത് ആകാശഭൂമികളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത്രയുമുണ്ട് സൂറത്തുൽ കഹ്ഫിൻ്റെ മഹത്വം. മാത്രമല്ല, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓതാൻ പറ്റുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ ഞങ്ങളൊക്കെ സൂറത്തുൽ കഹ്ഫ് ഇന്ന് പാരായണം ചെയ്യും, അല്ലെങ്കിൽ നാളെ പാരായണം ചെയ്യുന്നു എഴുതി അറിയിക്കുക. രണ്ടാമത്, ഈ വെള്ളിയാഴ്ച രാവിലെ പാരായണം ചെയ്യേണ്ടുന്ന സൂറത്താണ് സൂറത്തു ദുഖാൻ. കാരണം വലിയ മഹത്വമാണ് ആ സൂറത്ത് ദുഖാൻ. മൂന്നാമത് സൂറത്തു യാസീൻ. അതൊക്കെ ഖൽബുൽ ഖുർആൻ, ശുദ്ധമായ ഖുർആൻ്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. അപ്പോൾ ആ സൂറത്തു യാസീൻ പാരായണം ചെയ്യലും വലിയ മഹത്വമാണ്, സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. പിന്നീട് ആ സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇംറാൻ, ഇതിൻ്റെയൊക്കെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ ഈ 4 സൂറത്തുകൾ, 5 സൂറത്തുകൾ, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു ദുഖാൻ, സൂറത്തു യാസീൻ, സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇംറാൻ, ഈ 5 സൂറത്തെങ്കിലും നാം ഈ വെള്ളിയാഴ്ച രാവിലെ പകലിലോ ഇൻഷാ അല്ലാഹ് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ശുപാർശകരായി വരുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ ആ നിയമാനുസരിച്ചൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ അടച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു തആല നമുക്ക് ഈമാൻ തൗഫീഖും അല്ലാഹു നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.